കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തെ അടപടലം പുഴുങ്ങുകയാണ് മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ ഒരു അഭിമുഖ കോളത്തിലൂടെ സിനിമാ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ ശ്രീനിവാസൻ. ലോക കേരള സഭ കഴിഞ്ഞെങ്കിലും അടുത്ത ഒരെണ്ണം വിളിച്ചുകൂട്ടാൻ എല്ലാ പാർട്ടികളും തീരുമാനിക്കണം. ബോംബ് ആയിരിക്കണം ചർച്ചാ വിഷയം എന്നു തുടങ്ങിയാണ് ബോംബ് രാഷ്ട്രീയത്തിൻ്റെ അപക്വ മനസ്സുകളെ ശ്രീനിവാസൻ വാക്കുകൾ കൊണ്ട് പിച്ചു ചീന്തുന്നത്. കേരളത്തിൽ ബോംബ് പ്രയോഗം നിർത്തേണ്ടതിനെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് ഗൗരവകരമായ കൂടിയാലോചന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ പാർട്ടിക്കാർ മാത്രമല്ല, പാവങ്ങൾ കൂടി ബോംബ് പൊട്ടി മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ സഭയ്ക്ക് വേണമെങ്കിൽ ബോംബ് കേരള സഭ എന്ന് പേരിടുകയുമാവാം. എൻ്റെ നാടായ കണ്ണൂരിൽ പാർട്ടി എന്നത് എല്ലാവർക്കും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് 2 പാർട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത് 3 ആയി. സ്കൂൾ മാഷായിരുന്നു അച്ഛൻ. നാട്ടിലെ ഭൂരിപക്ഷത്തെയും പോലെ അടിയുറച്ച CPM-കാരനായിരുന്നു. എപ്പോൾ വേണമെങ്കിലും അടി ഉറപ്പായിരുന്ന ഒരാൾ എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് രാത്രിയിൽ അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകാനിറങ്ങിയാൽ അമ്മ കാലിൽ പിടിച്ചു വലിക്കും. അടി ഉറച്ചു എന്ന് അമ്മയ്ക്കും ഉറപ്പാണ്. സൈന്യത്തിലുള്ള ഒരമ്മാവൻ യൂണിഫോം തയ്ച്ചതിൻ്റെ ബാക്കി തുണി ലീവിന് വരുമ്പോൾ അച്ഛന് കൊടുക്കുമായിരുന്നു. അച്ഛൻ അതുകൊണ്ടൊരു ടൈറ്റ് ട്രൗസർ അടിച്ച് മുണ്ടിനടിയിൽ ധരിച്ചു. അതിൻ്റെ പോക്കറ്റിൽ ചുറ്റിക പോലൊരു ചെറിയ സാധനവും ഒളിപ്പിച്ചു വയ്ക്കും. സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴാണ് അടി വാങ്ങേണ്ടിയും കൊടുക്കേണ്ടിയും വരിക എന്നറിയില്ല. അതുകൊണ്ട് പ്രതിരോധത്തിനു വേണ്ടിയായിരുന്നു ആ ആയുധം. നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു അന്ന് എല്ലാ പാർട്ടികളിലുമുള്ള പ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. കാലം മാറിയപ്പോൾ അത് ബോംബിൻ്റെ രൂപം കൈവരിച്ചു. ശിവകാശിയാണല്ലോ പടക്ക നിർമ്മാണത്തിൻ്റെ കേന്ദ്രം. കുട്ടികളെ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് മുമ്പ് അങ്കണവാടിയിൽ വിടുന്നത് പോലെ കണ്ണൂരിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അംഗത്വം കൊടുക്കുന്നതിന് മുമ്പ് നവമുകുളങ്ങളെ ശിവകാശിയിൽ പടക്ക നിർമ്മാണം പഠിക്കാൻ വിടുന്നുണ്ട് എന്ന് തോന്നുന്നു. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തെ സിനിമകളിലൂടെ തുറന്നുകാട്ടിയ ശ്രീനിവാസൻ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ അപകടകാരിത്വത്തെയാണ് വെളിവാക്കുന്നത്. രാഷ്ട്രീയത്തിൽ എട്ടും പൊട്ടും തിരിയാത്തവർ വരെ ബോംബ് നിർമ്മാണത്തിലും വൈരനിര്യാതനത്തിലും ഏർപ്പെടുന്നത് എത്ര കാലം കണ്ണൂർ സഹിക്കണമെന്ന ചോദ്യവും അതിലുണ്ട്. യൗവനകാലത്താണ് ബോംബുകളുടെ ശബ്ദം വാർത്തകളുടെ രൂപത്തിൽ ഞാൻ കേട്ടു തുടങ്ങിയത്. ഞാൻ പാർട്ടി പ്രവർത്തകനായിരുന്നില്ല. കൂട്ടുകാരെല്ലാവരും ബോംബ് ഉണ്ടാക്കാനോ പ്രയോഗിക്കാനോ അറിയുമായിരുന്നില്ല. അതുകൊണ്ട് കണ്ണൂർക്കാരനായിട്ടും ഞാനിതുവരെ ഒരു ബോംബ് നേരിട്ട് കണ്ടിട്ടില്ല. ബോംബുണ്ടാക്കുന്നതിൻ്റെ രഹസ്യ ഫോർമുലയും അറിയില്ല. അതോർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നഷ്ടബോധം തോന്നാറുണ്ട്. നരേന്ദ്രൻ മകൻ ജയകാന്തൻ ബഗ എന്ന സിനിമയിൽ ഇന്നസെന്റിൻ്റെ വെള്ളിക്കാല എന്ന കഥാപാത്രം ചോദിക്കുന്നു, ജബ്ബാറെ ബോംബിൻ്റെ സ്റ്റോക്ക് എങ്ങനെ? ബോംബ് വേണോ എന്നാണ് അപ്പോൾ ജനാർദ്ദൻ്റെ സംശയം. വെള്ളിക്കാലയുടെ മറുപടി ഒറിജിനലല്ല, പേടിപ്പിക്കുന്ന ബോംബ് എന്നാണ്. അത് നമുക്ക് ആഫീസിൽ നിന്നെടുക്കാമെന്ന് ഉടൻ ഒരു പ്രവർത്തകൻ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ സംഭാഷണങ്ങൾ എഴുതുമ്പോഴും തനിക്ക് ബോംബിനെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് ശ്രീനിവാസൻ മാതൃഭൂമിയിൽ എഴുതിയ കോളത്തിൽ വ്യക്തമാക്കുന്നു. ഞങ്ങൾക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല എന്ന് ഒരു പെൺകുട്ടി പറയുന്നത് കഴിഞ്ഞ ദിവസം TV-യിൽ കണ്ടു. അത് ബോംബിനേക്കാൾ മുഴക്കവും പ്രഹരശേഷിയുമുള്ള അവിടുത്തെ ജനത്തിൻ്റെ പ്രതികരണമാണ്. ഞാനിപ്പോൾ പാട്യം ഗോപാലിനെ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനിവാസന്റെ വാക്കുകൾ മാതൃഭൂമി കോളത്തിൽ അവസാനിക്കുന്നത്. ഗോപാലിന് വാക്കും പ്രവൃത്തിയുമായിരുന്നു വലുതെന്നും ഒരിക്കലും ആയുധമെടുത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചില്ലെന്നും പറയുമ്പോൾ പുതിയ നേതൃത്വത്തിന്റെ സംഘടനാബോധത്തെ ചാട്ടവാറിനടിക്കുകയാണ് ശ്രീനിവാസൻ. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർക്കി, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.